ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ടയും ബ്രെഡും വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾ അധികം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. ഈസിയാണ് ചെയ്യാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിംഗ് കൂടിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മസാല ഉണ്ടാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അവിടെ 1 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് സവാളയാണ്. നമ്മളിത് ഏകദേശം ഒരു പഫ്സിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു മസാല ഉണ്ടല്ലോ, ഓൾമോസ്റ്റ് ആ ഒരു മസാല തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 2 സവാള ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മീഡിയം സൈസിലെ 2 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം, നല്ല പോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് വേഗം തന്നെ ഇതൊന്ന് വഴറ്റിയെടുത്തിട്ട് വരാം. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന സ്നാക്കിൽ നിന്ന് നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മൾ ബ്രെഡ് വെച്ചാൽ ചെയ്യുന്നെങ്കിലും ഒരുപാട് ഓയിലൊന്നും കുടിക്കുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മളിതിൽ മസാലപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല പോലെ വഴറ്റിയെടുക്കുക. ഇനി ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ്. 2 പുഴുങ്ങിയ മുട്ട ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കൈ വെച്ച് പൊടിച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ സമയത്ത് നിങ്ങൾ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ മസാല മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനും ഞാൻ എടുക്കുന്നില്ല. ഇതിൽ നിന്നൊരു 6 പീസ് ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കി ബ്രെഡ് മുഴുവൻ മിക്സിയിലിട്ട് നമ്മൾ ബ്രെഡ് ക്രംസ് ആക്കി എടുക്കില്ലേ, എന്തെങ്കിലും ചായക്കടിക്ക് പൊരിക്കാനായിട്ട്, അതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ മൊത്തം എടുത്തിട്ടില്ല, 6 പീസ് ഞാൻ വേറൊരു ആവശ്യത്തിന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്ര ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതൊരു മാവ് പോലെ കുഴച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് സാധാരണ ബ്രെഡ് പൊരിച്ചെടുക്കുന്ന പോലെ എണ്ണയൊന്നും കുടിക്കില്ല. അപ്പോൾ ഇതിലേക്ക് കുറച്ചായിട്ട് പാലൊഴിച്ചിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. പിന്നെ ബ്രെഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫ്ലേവറുള്ള ബ്രെഡൊന്നും എടുക്കരുത്. ഫ്രൂട്ട് ബ്രെഡൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ബ്രെഡൊന്നും എടുക്കരുത്. സാൻഡ്വിച്ച് ബ്രെഡോ അല്ലെങ്കിൽ ഫ്ലേവർ ഇല്ലാത്ത ബ്രെഡ് ഏതെങ്കിലും വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത്രയായിട്ട് പാലൊഴിച്ച് കൊടുക്കാം. ഒരുപാട് ഒരുമിച്ച് ഒഴിക്കേണ്ട, കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി. ഇത് നമുക്ക് ചപ്പാത്തി മാവിൻ്റെ അതുപോലെ വേണം. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് ചിലപ്പോൾ അത് എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല പോലെ നമുക്ക് ബ്രെഡ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വേഗം തന്നെ റെഡി ആവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ ഉപയോഗിക്കാത്തവർ ഗോതമ്പ് പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ടൈറ്റാക്കി എടുക്കുന്നുണ്ട്. അഥവാ നിങ്ങൾക്ക് ഇത്രയും കൂടെ പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ അതേ നല്ല ടൈറ്റായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ചപ്പാത്തിക്ക് എടുക്കുന്നില്ല, അത്രയും വലുപ്പം മതി, അതെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നമ്മളൊന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ല് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നല്ലപോലെ റോൾ ചെയ്തെടുക്കും. ഇപ്പോൾ അത്യാവശ്യം ടൈറ്റായിട്ടുള്ള മാവായതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കയ്യിലൊന്ന് എണ്ണയാക്കുകയാണെങ്കിൽ പരത്തുന്നത് കുറച്ചുകൂടി ഈസി ആവും. അപ്പോൾ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മസാല വെച്ച് കൊടുക്കാം. ഇത് തന്നെ നമുക്ക് ചിക്കൻ വെച്ചിട്ടും ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. സൈഡ് എവിടെയും ക്രാക്ക് ഇല്ലാതെ ശ്രദ്ധിക്കണം. ക്രാക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് എണ്ണയിലിടുന്ന സമയത്ത്, വെന്ത് വരുന്ന സമയത്ത് അവിടെ ഒരു ഹോള് മാതിരി വരും. അപ്പോൾ ഒട്ടും ക്രാക്ക് ഇല്ലാതെ ചെയ്തെടുക്കുക. ഈസിയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അതേ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ എണ്ണയൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ചൂടിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഒരുപാട് വേവേണ്ട ആവശ്യമൊന്നുമില്ല. ബ്രെഡ് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ പെട്ടെന്ന് തിരിച്ചു മറിച്ച് വിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡും കൂടി ഒന്ന് ചെറിയൊരു ഡാർക്ക് ആകുന്ന സമയത്ത് നമുക്കിതെടുത്ത് മാറ്റാം. അപ്പോൾ ഇത് 2 സൈഡും അത്യാവശ്യം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഉള്ളിലേക്കാണെങ്കിലും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.